രാത്രി ഓരോറക്കം കഴിഞ്ഞിട്ട് ഏതാണ്ട് 3 മണിയോടുകൂടി പേടിച്ച് ഉണരുക, അല്ലെങ്കിൽ അസ്വാഭാവികമായ തോട്ടുകൾ വരിക, ഇതിനെയാണ് 3 AM ആങ്സൈറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. ഓരോ സീരിയലുകളും സീരീസുകളും അടുത്ത ഒരു ദിവസത്തേക്ക് ആ സീരീസിനെ കാത്തിരിക്കുന്ന വിധത്തിൽ നമ്മൾ ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി, ആങ്സൈറ്റി എന്ന് ശരിക്കും പറയേണ്ടത് അതിനെ ക്യൂരിയോസിറ്റി അല്ല, ക്യൂരിയോസിറ്റി ഒരു പോസിറ്റീവ് ആക്കായിട്ട് തന്നെ എടുക്കാം. അപ്പം അടുത്ത ദിവസത്തേക്കുള്ള ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഓരോ സീരീസിൻ്റെയും ആ ഡേ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങൾ കാരണം നമ്മുടെ ഉള്ളിലുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഈ 3 AM ആങ്സൈറ്റി ട്രാപ്പ് വരാൻ സാധ്യതയുള്ളത് ചൈൽഡ്ഹുഡ് ട്രോമ ഉള്ളവരിൽ, സ്പെഷ്യലി സെക്ഷൽ അബ്യൂസ് ഉള്ള ആളുകളിൽ ഇതേപോലെ ഈ ഒരു 3 AM ആങ്സൈറ്റി ട്രാപ്പ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മളുടെ ശരീരത്തിൻ്റെ താപനിലയിൽ വ്യത്യാസം വരും, ഹാർട്ട് ബീറ്റിൽ വ്യത്യാസം വരും, നമ്മൾ അസ്വാഭാവികമായി നമ്മളുടെ ശരീരം ബിഹേവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ഉണർന്നു കഴിയുമ്പോഴത്തേക്കിന് ഫിയറുകളാണ് കൂടുതൽ തരുന്നത്. അതായത് എനിക്ക് എന്തെങ്കിലും നഷ്ടം വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളിൽ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ബിസിനസ് മാനുമായി ഒന്ന് സംസാരിക്കുന്ന ഒരു കോച്ചിങ് പ്രോസസ്സിൻ്റെ ഇതിൽ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചപ്പം അദ്ദേഹത്തിൻ്റെ ഒരു നല്ല സുഹൃത്ത്, അദ്ദേഹത്തിന് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ വളരെ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ആങ്സൈറ്റി ട്രാപ്പ് ഉണ്ടാകുന്നു. 3 AM ആങ്സൈറ്റി ട്രാപ്പാണ്. അദ്ദേഹം വളരെ നേരത്തെ കിടക്കുകയും ഏർലി മോർണിംഗ് ആയിട്ട് എഴുന്നേൽക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷേ എഴുന്നേൽക്കുമ്പം ഒരു 3:45 എന്ന് പറഞ്ഞാൽ ബ്രാഹ്മ മുഹൂർത്തത്തിലൊക്കെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. 3:45 എഴുന്നേറ്റ് മെഡിറ്റേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു മാസങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലും പേഴ്സണൽ ലൈഫിലുമൊക്കെ കുറച്ച് ഡിഫിക്കൽറ്റീസ്, ഒരു അപകടത്തെ തുടർന്നുണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ജോസിനെ കാണാൻ ചെല്ലുകയും അവിടെ വെച്ച് അദ്ദേഹം ഉണ്ടാകുന്ന 1-2 ഈ ജോൾസിൻ്റെ കുറച്ച് പ്രവചനങ്ങളും ഒക്കെ ആയിട്ട്, അതൊന്നും വളരെ അബ്നോർമലായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല കേട്ടപ്പം. പക്ഷേ അതുമെല്ലാം കേട്ട് കൂടെ പോയ സുഹൃത്ത് അദ്ദേഹത്തെ ഉപദേശിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ബിസിനസ് അപകടത്തിലേക്ക് പോകുന്ന നിലയിൽ ഇവർ തമ്മിൽ സംസാരിക്കുകയും അദ്ദേഹം ഈ സുഹൃത്ത് ഇദ്ദേഹത്തോട് കുറേയേറെ ഉപദേശങ്ങൾ പുള്ളിയുടെ ബിസിനസ്സിൽ എടുക്കേണ്ട തീരുമാനങ്ങളെക്കുറിച്ചൊക്കെ ഉപദേശിക്കുകയും ചെയ്തു. വളരെ രസകരമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, സുഹൃത്ത് എത്ര വർഷമായിട്ടുള്ള സുഹൃത്താണ്? ഏകദേശം 1 വർഷമായിട്ടുള്ള സുഹൃത്താണ്. അതേപടി തന്നെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം എന്ത് ബിസിനസ് ചെയ്യുന്ന ആളാണ്? നോ, ഹീ ഈസ് എ ഗവൺമെൻറ് എംപ്ലോയി. ഓക്കെ. അപ്പോൾ ഈ സുഹൃത്ത് ഒരു തരത്തിലും ബിസിനസ് ചെയ്ത് പരിചയമുള്ള ആളല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാണിങ്ങോട് കൂടിയ അദ്ദേഹത്തിൻ്റെ ആവലാതിയും സങ്കടങ്ങളും അദ്ദേഹത്തിൻ്റെ വാണിങ്ങുകളും ഇദ്ദേഹം കേൾക്കുകയും ഇദ്ദേഹം അതിനെക്കുറിച്ച് അത് തൻ്റെ ബിസിനസ്സുമായി കണക്ട് ചെയ്ത് ചിന്തിക്കുകയും ചെയ്തപ്പം അദ്ദേഹത്തിൻ്റെ ബാക്കിൽ, അദ്ദേഹത്തിൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ടായ ഫിയർ അദ്ദേഹത്തെ ഈ 3 AM ആങ്സൈറ്റി ട്രാപ്പിലാക്കും. ഓരോ സുഹൃത്തുമായി നിങ്ങൾ സംസാരിച്ച് കഴിയുമ്പം നിങ്ങളുടെ എനർജി താഴെ പോവുകയാണ്, നിങ്ങൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആകുകയാണ്, നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ അവരിൽ നിന്നൊന്നും കിട്ടുന്നില്ല, നിങ്ങൾ അവരുടെ അടുത്ത് എത്തിയതിനേക്കാൾ കുറഞ്ഞ എനർജിയിൽ ലെവലിലാണ്, നിങ്ങളെക്കുറിച്ച് പരാതികൾ മാത്രമാണ് ഉള്ളത് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള വാണിങ്ങുകൾ മാത്രമാണെങ്കിൽ, നോക്കൂ, പ്രപഞ്ചത്തിൽ ആർക്കും നമ്മളെക്കുറിച്ച് ഇത്രയേറെ നെഗറ്റീവായി വാണിങ്ങുകൾ തരാൻ കഴിയില്ല, നമ്മളുടെ മനസ്സിനല്ലാതെ മറ്റാർക്കും.